എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. അപ്പൊ ഞാനതൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് എന്റെ കാരണം. സംഭവം എന്ന് പറഞ്ഞാല് ഞാൻ ഇതിൽ കറി വെക്കുന്ന സമയത്ത് ഫുള്ള് ടൈറ്റ് ആക്കിയാണ് എന്റെ ഒരു വിശ്വാസം. അപ്പൊ ഇതെന്തായെന്ന് പറഞ്ഞാല് ഇത് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ ഏകദേശം എന്റെ അടുപ്പിന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇതുണ്ട്, ടേബിളുണ്ട്. ആ ടേബിളിന്റെ ഭാഗത്തായിട്ട് ഞാൻ ഇങ്ങനെ പുറം കാണിച്ചിട്ടാണ് ഞാൻ ഇരുന്നേക്കുന്നത്. അപ്പൊ എന്തായെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് വിസിലടിക്കുമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് വിസിലടിക്കാനായിരിക്കുമല്ലോ, പക്ഷെ അല്ല. അതെന്തായെന്ന് പറഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ചിട്ട് എന്റെ പുറത്തോട്ട് അതിലെത്ര വെള്ളം ഞാൻ കൂട്ടി ആ വെള്ളം മൊത്തം എന്റെ പുറത്തോട്ട് എന്താ പറയാ ഒഴിഞ്ഞ്. പിന്നെ എനിക്ക് ആ സമയത്ത് എനിക്ക് ഒന്നും ഓർമ്മയില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. തിളച്ച വെള്ളമാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ സമയത്ത് വീട്ടിൽ ആരും ഒന്നുമില്ല. ഞാൻ എന്താ പറയാ പരലോകം കണ്ടിന് സ്വർഗലോകം കണ്ടിന് ആ ഒരു ഇതാണ് എനിക്ക് ആ സമയത്ത് എനിക്ക് ആഡ്. പിന്നെന്ന് പറഞ്ഞാല് ലുക്കുമാനെണ്ണ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ആ എണ്ണ ഞാൻ അങ്ങനെ ഒഴിച്ചോട്ടെ, എനിക്ക് ഒഴിക്കാൻ പറ്റുന്നില്ല പുറമായതുകൊണ്ട്. അന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പള്ളിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ അബോധാവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, വെപ്രാളം കൊണ്ട് എന്ത് ചെയ്യേണ്ടത് എനിക്കറിയില്ല. അങ്ങനെ എന്ത് ചെയ്ത് ഇവര് പെട്ടെന്ന് വണ്ടി പിടിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ട് അവർ ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെ പുറത്തോട്ട് പറഞ്ഞിരുന്നു. അവർക്കൊരു ഇതായി. ഞാൻ പറഞ്ഞു ഇത് കുക്കർ പൊട്ടി തെറിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ചെയ്ത്. പിന്നെ എനിക്ക് വേദന സഹിച്ച് ഞാൻ പൊളയുന്നതാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഞാൻ എത്തിയത്. അങ്ങനെ പിന്നെ ഒരു 12 ദിവസം വരെ പിന്നെ അത് ഉണങ്ങാനുള്ള മെഡിസിനും ഇഞ്ചക്ഷനും അതും ഇതെല്ലാം ആയിട്ട് തിരികെ മെല്ലെ വന്നു. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞാല് ഈ കുക്കർ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാല് ഒന്നാമത് അതിന്റെ അടപ്പ് മൊത്തം അടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടും. രണ്ടാമതെന്ന് പറഞ്ഞാൽ അതിന്റെ ഡബ്ബർ ലൂസായിട്ടുണ്ടെങ്കിലും നമുക്കത് അറിയാൻ പറ്റില്ല, അതിലും പൊട്ടും. മൂന്നാമതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഈ പൈസ വേറെ കടല അല്ലെങ്കിൽ പിന്നെ പയറ ഇങ്ങനെ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചെറിയ തരിയായിട്ട് ഈ കാണുന്ന ഇതിന്റെ ഉള്ളിലോട്ട് നിൽക്കുന്നു. അത് നിൽക്കുമ്പോ എന്താണെന്ന് പറഞ്ഞാല് പിന്നെ നമുക്കത് വിസിലടിക്കാൻ പറ്റൂല. പിന്നെ ഒന്നെന്ന് പറഞ്ഞാല് വിസിൽ ഫുള്ള് അടിഞ്ഞതിന് ശേഷം നമ്മൾ തുറക്കാൻ പാടുള്ളൂ. അതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ ഇപ്പോ പൊക്കുന്നില്ലേ, അത് പാടില്ല. എന്റെ അനുഭവ ഗുരുവാന്ന് ഞാൻ പറയുന്നത്. അത്രക്കും എനിക്ക് സീരിയസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാല് ഈ സാധനം എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിലുള്ള ഒരു ബോംബാണ്. ഇതിപ്പോ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ആര് യൂസ് ആക്കിയാലും ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അത് എന്റെ മുഖത്തോട്ടാണ് മറയേണ്ടത്. പടച്ചോന്റെ കാവലില് അതെന്തായിരുന്നാലും പുറത്തോട്ടായി. അപ്പൊ ഇത് ഭയങ്കര പേടിക്കേണ്ട സാധനമാണ് ഈ കുക്കർ എന്ന് പറഞ്ഞ സംഭവം. ഇതില് രക്ഷപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ അത്ര എന്റെ പുറം പൊള്ളിയിട്ടുണ്ടായിരുന്നു. വാഴന്റെ ഇലയിൽ വരെ കിടത്താൻ വേണ്ടി ഡോക്ടർ പറഞ്ഞേക്ക്. അത്രയും എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ചെറിയൊരു വിരലിന് നമുക്കൊരു പൊള്ളലേറ്റാലും നമുക്ക് സഹിക്കാൻ പറ്റൂല. അപ്പൊ അതുപോലെ അത്ര സീരിയസ് ആയിട്ട് എന്റെ പുറം ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്താ പറയാ ഇങ്ങനെ മെഡിസിനും പിന്നെ ഇഞ്ചക്ഷനും അതെല്ലാം തന്നു കഴിഞ്ഞിട്ട് അതിന്റെ വേദന കുറഞ്ഞ് എന്നാലും കുറഞ്ഞിട്ടില്ല. ഒരു 1.5 മാസം 2 മാസം വരെ ഞാൻ അതിനോട് മല്ലടിക്കായിരുന്നു. കിടക്കാൻ പറ്റുന്നില്ല, എണീക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, തുണിയിടാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. പിന്നെ ആര് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഞാൻ യൂസ് ആക്കില്ല. അതിനുശേഷം ഇതിങ്ങനെ ടൈറ്റിലുണ്ടാകുന്ന നോക്കണം. ഇത് ടൈറ്റില്ലാതെ ഇത് ഇത്ര മതി ഇതിന്. അതുപോലെ ഈ വിസിലടിക്കുന്നത് എന്ന് പറഞ്ഞാല് ഇതിന്റെ അടിയിൽ എന്തെങ്കിലും കഴിഞ്ഞാൽ ഈ വിസിലടിക്കുന്നില്ല. അതുപോലെ ഇതിന്റെ ഡബ്ബർ ലൂസായി കഴിഞ്ഞാൽ ഈ സൈഡിൽ നിന്നാണ് വെള്ളം വരുന്നത്. അത് നല്ലോണം ശ്രദ്ധിക്കണം നിങ്ങൾ. മനസ്സിലായ? ഇപ്പൊ അങ്ങനെയാണ് കഥ. ഒരു പൊള്ളല് ഇങ്ങനെ പൊള്ളി വരുന്നുണ്ടായിരുന്നു. ആ പൊള്ളി വരുന്ന സമയത്ത് ഞാൻ എന്ത് പറഞ്ഞാൽ മരുന്ന് ഒഴിച്ചു കൊടുത്തു, ഈ ലുക്കുമാനെണ്ണ. അത് ഒഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, അത് താണുപോയി. ആ താണുപോയി കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടറെ കാണുന്നത്. അപ്പൊ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇന്ന പോലെ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞാൽ നല്ലതാണ്. പിന്നെ എനിക്ക് അവിടെ കിടക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും കുക്കിംഗ് ആക്കുന്ന ആണുങ്ങൾ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ശ്രദ്ധിക്കാനുള്ള ഒരു പാടാണ് ഞാൻ ഇത് പറഞ്ഞിരുന്നത്.